ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ വെനസ്നേൽ ഫോൾസ് ഇൻ ലവിൻ്റെ 16ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ വന്ന് കാണിക്കുവാണ്. ലിങ്ങിന് വന്നിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ വന്ന് കൂടുന്ന് നോക്കുന്നതൊക്കെ മിങ്ങാണ്. അപ്പോൾ അവനെ കാണാനായിട്ട് അങ്ങോട്ട് ക്യാപ്റ്റനും വിറ്റും വരും കേട്ടോ. അവനെ കണ്ട് അവനുള്ള ബൊക്കെയൊക്കെ കൊടുത്തിട്ട് ഇവർ പുറത്ത് വന്ന് സംസാരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ക്യാപ്റ്റൻ ബൈ വന്ന് വിറ്റയെടുത്തൊരു കാര്യം പറയുകയാണ്. നമ്മൾ വിചാരിച്ച കണക്കല്ല, അന്ന് വന്ന് ഏഗ് മരിച്ച ആ ഒരു ദിവസം, മീൻസ് അവനെ കൊന്നൊരു ദിവസം, അന്ന് വന്ന് ഒരു കോളും ഇങ്ങനെ വന്നെന്ന് പറഞ്ഞില്ല. അത് വന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരോ ഒരാൾ ചെയ്തതാണെന്നാണ് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മുടെ ലൂഗറിൻ്റെ കൂടെ നിൽക്കുന്ന ആരോ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്തുമായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുകയാണ്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ മൂവിൻ്റെ ഡെസേർട്ട് ഷോപ്പിൽ കാണിക്കുവാണ്. അങ്ങോട്ട് വന്നിട്ട് വാസു വന്ന് മൂവിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അന്ന് വൈകിട്ടൊരു ഇവൻറ്റും ഉണ്ട്. ആ ഒരു ഇവൻറ്റിനെ മൂവിനെ കൂട്ടി പോകാനായിട്ട് ക്ഷണിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇവൻ എങ്ങനെ വരണേ എന്ന് വൈകിട്ട് റെഡിയായി നിൽക്കണേന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്തും നമ്മുടെ ഈ മൂവിൻ്റെ അസിസ്റ്റൻറ്റ് പെണ്ണുണ്ട് കേട്ടോ അവിടെ. അവൾ വന്ന് പറയുവാണ്, നമുക്ക് എന്തുമായാലും നമ്മുടെ മൂവിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയി ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ആ ഒരു ഇവൻറ്റിന് പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുവാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ വിറ്റയാണെങ്കിൽ ഈ ഒരു കേസിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ ബയ്യൻ്റെ അടുത്ത് വരുന്ന സമയത്ത് വിറ്റയ്ക്ക് വന്ന് സെന്നിൻ്റെ കയ്യിൽ നിന്നൊരു മെസ്സേജ് വരികയാണ്. അവളിത് നോക്കുന്ന സമയത്ത് ബയ്യാണെങ്കിൽ എണീറ്റ് എത്തിച്ച് നോക്കുക ആരാ മെസ്സേജ് അയച്ചതെന്ന്. അപ്പോൾ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണങ്ങ് കൊടുത്തിട്ട് വേണം, ദാണ്ടി സെന്നി ദാണ്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നെ ഇന്ന സ്ഥലത്തേക്ക് വിളിച്ചിരുന്നു. അപ്പം നമ്മുടെ ബയ്യ പറയണം, എന്നാൽ ശരി നീ പൊക്കോ എന്ന് പറയാട്ടെ, ഇച്ചിരി കലിപ്പിൽ. അപ്പോൾ വിറ്റ പറയണേ അതിൽ നിന്ന് ഇത്രയും ജലസിയുടെ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജലസിയെ പറ്റി കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഇനി സെന്നിനെ കാണുന്ന സമയത്ത് സെന്നെങ്ങാണ്ട് ബാംഗ്ലൂരിക്കോ ഇന്ത്യയിലുള്ള ഒരു പ്ലേസിലേക്ക് അവനൊരു ബിസിനസ് റിലേറ്റഡ് കാര്യത്തിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തൊരു ഫെയർവെല് പറയാനും ബായ് പറയാനൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഹഗ് ചെയ്തിട്ട് ബായൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുവാണ്, നീ എന്തെങ്കിലും മിസ് ചെയ്യുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബയ്യാണെങ്കിൽ അവരുടെ ചീഫിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ചീഫ് ഇവനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു കൾപ്രിറ്റ്സിനെ പിടിച്ചില്ലേ ഈ ഒരു പോയ്സൺ കേസ് റിലേറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ തനെയും അതുപോലെ തന്നെ ചായനെയും പിടിച്ചില്ലേ. അപ്പോൾ അതിനെപ്പറ്റി ന്യൂസ് പേപ്പറിൽ ഭയങ്കരമായിട്ട് ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബയ്യ് ഇതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട് ബൈക്ക് വന്നിട്ട് പ്രൊമോഷൻ കിട്ടാൻ പോവാണ്. വൈസ് ചീഫായിട്ട് മറ്റൊരു പ്രൊവിൻസിക്ക് അവന് സ്ഥലമാറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ബൈ പറയണം, എന്തൊക്കെയാണെങ്കിലും ലൂഗറിൻ്റെ കേസ് ഞാൻ വിടുന്നില്ല, അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ചീഫ് നോക്കുന്നതെന്നൊക്കെ അവൻ പറയുവാണ്. അപ്പോൾ ചീഫ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഓക്കെ നമ്മുടെ ലൂഗർ കേസ് നമ്മൾ അടച്ചു വെച്ചതാണല്ലോ, എന്ന് വെച്ചാൽ ലൂഗർ മരിച്ചെന്നും പറഞ്ഞിട്ട് ഇനി അത് റീഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് വേണം, അത് നീ കളക്ട് ചെയ്യാൻ നോക്കുമെന്ന് പറയുന്ന സമയത്ത് ബയ്യും പറയാണ്, ഞാൻ അധികം വൈകാതെ തന്നെ അതിനുള്ള എവിഡൻസും കൊണ്ട് ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് ബയ്യ അവിടെ നിന്ന് വരുവാണ്. ഇനിയാണെങ്കിൽ ചീഫിൻ്റെ ഓഫീസിൽ നിന്ന് വന്നിട്ട് നിക്കിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ഈ ഒരു ലൂഗറിൻ്റെ കേസിന് എന്തെങ്കിലും പുതിയ തെളിവോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അവൻ പറയണം, അതൊന്നും സെറ്റായിട്ടില്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ബൈക്കാണെങ്കിൽ ബൈൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നൊരു കോൾ വരികയാണ്. എൻ്റെ ഉള്ള അരമണിക്കൂറിനകം VN എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നീ എന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ബൈനെ വിളിക്കുന്നത്. അപ്പോൾ ബൈക്കാണെങ്കിൽ എന്തോ ഒരു അത് വിളിച്ച് അമ്മ അങ്ങനെ വിളിച്ച് പറഞ്ഞ ശേഷം മുഖമൊക്കെ വല്ലാതാവും കേട്ടോ. അപ്പോൾ വിറ്റടുത്ത് നിന്ന് എന്താ കാര്യം ചെയ്യുന്ന സമയത്ത് ബൈ പറയണം, എനിക്ക് ഇച്ചിരി അർജൻറ്റ് കാര്യമുണ്ട്, ഞാൻ പോയി വന്നിട്ട് പറയാന്നുള്ള രീതിക്ക് അവൻ അവിടെ നിന്ന് വരുവാണ്. ഇനിയാണെങ്കിൽ നമ്മുടെ മൂവിനെയും കൂട്ടി ഒരു ഇവൻറ്റിന് പോകാമെന്ന് ഓൾറെഡി പറഞ്ഞു കാണുമല്ലോ വാസു. അപ്പോൾ ആ ഒരു ഇവൻ്റ് സ്ഥലത്തേക്ക് അവർ വന്നിട്ട് അവിടെയുള്ള ഡെസേർട്ട്സ് എല്ലാം വന്ന് ടേസ്റ്റ് ചെയ്ത് ഇവനെ വന്ന് ഇവളൊരു സ്ഥലത്ത് ഇരുത്തു കേട്ടോ. ആ സമയത്ത് നമ്മുടെ വാസുവിൻ്റെ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഒരു 10 വർഷം മുമ്പൊക്കെ എങ്ങാണ്ടുള്ളൊരു ഗേൾ ഫ്രണ്ടാണ്. അങ്ങോട്ട് വന്നിട്ട് ഇച്ചിരി ഒരു പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വാസുവിനോട് ചോദിക്കും, ഓ നിനക്കിപ്പോൾ എന്താ ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വാസു ഒരു കാര്യം ആലോചിക്കുകയാണ്, 10 വർഷം മുമ്പ് ഇവർ ഡേറ്റ് ചെയ്തായിരുന്ന സമയത്ത് ഇവർ ഓഫീസിൽ നിന്ന് എങ്ങാണ്ടൊരു മെസ്സേജ് വന്ന് അതിൽ തന്നെ ഈ പെണ്ണ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവൻ്റെ അടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവൾ ഇച്ചിരി പ്രശ്നക്കാരിയാണ്ട് ഇവൻ പറയാം, ഇല്ല എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഇത് വന്ന് മൂ കേൾക്കും. മൂവിനത് ഭയങ്കര സങ്കടമായിട്ട് അവിടെ നിന്ന് അവളുടെ സ്റ്റിക്ക് എടുത്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നുള്ള കാര്യം പോലും അവൻ വന്ന് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ആ ഒരു എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണം, എനിക്കിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൾ വന്നിട്ട് ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്യാപ്റ്റനാണ്, എനിക്ക് എന്താ അവളുടെ നമ്പർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ ഡീൽ ചെയ്തിട്ട് വന്ന് നോക്കുമ്പോൾ മൂവിനെ അവിടെ കാണാനില്ല. ഇനി നമ്മുടെ വഴിയാണെങ്കിൽ പറഞ്ഞ പോലെ VN റെസ്റ്റോറൻറ്റ് വന്നു. ഈ VN റെസ്റ്റോറൻറ്റ് ഈ ഇവൻറ്റ് നടക്കുന്നതോട് തൊട്ട് തന്നെയാണ് കേട്ടോ, ചേർന്ന് തന്നെയാണ് ഈ ഒരു VN റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഇവൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ വേറൊരു പെണ്ണായിരിക്കുന്നത്. അപ്പോൾ ഇവൻ വന്നിട്ട് പറയാണ്, സോറി
ഞാൻ വന്ന നമ്പർ മാറിയെന്ന് തോന്നുന്നു, ഞാൻ ഇവിടെ എല്ലാന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണ് പറയുന്നത് നിങ്ങളല്ലയോ ബൈ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പയ്യും അത് ഞാൻ തന്നെയാണ്, എന്താ കാര്യം ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആക്ച്വലി ഇവനെ വന്നിട്ടൊരു ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടിയിട്ട് ആ ഒരു പെണ്ണിനെ വിളിച്ച് വരുത്തിയിട്ടുള്ളത് ഇവൻ്റെ അമ്മയുടെ പണിയാണ്. അപ്പോൾ ഇവൻ പറയുവാണ് എനിക്കൊരു ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ എണീറ്റ് പോകുന്ന സമയത്ത് ഈ പെണ്ണ് കൈ പിടിച്ചിട്ട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കും കേട്ടോ. ആ സമയത്ത് അങ്ങോട്ട് വാസു വന്നിട്ട് ഇത് നേരിട്ട് കണ്ടിട്ട് നമ്മുടെ വിറ്റയെ വിളിച്ചിട്ട് പറയുകയാണ് നീ ഇങ്ങനെ VN റെസ്റ്റോറൻറ്റിലേക്ക് വേഗം ഇവിടെ അത്യാവശ്യ കാര്യമെന്ന് പറഞ്ഞിട്ട് വിറ്റയെ വിളിക്കുവാണ്. അപ്പോൾ വിറ്റ VN റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അത് അവിടെ ഇരിക്കുന്ന മറ്റുള്ള പോലീസ് ഓഫീസേഴ്സിൽ നിക്ക് അവർ. അപ്പോൾ നിക്ക് VN റെസ്റ്റോറൻറ്റ് അത് ഭയങ്കര ലക്ഷറിയസ് റെസ്റ്റോറൻ്റ് ആണല്ലോ, നമുക്ക് എല്ലാവർക്കും ഇന്ന് അവിടെ പോയി ഫുഡ് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് VN റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങുവാണ്. ഇനി അവരെല്ലാവരും റെസ്റ്റോറൻറ്റ് അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരു പെണ്ണ് കേട്ടോ, ആ പെണ്ണിനെ കാണുമ്പോൾ എന്തോ ഒരു വശപശക്കുണ്ട്. ആ പെണ്ണ് ഓപ്പോസിറ്റ് വരുന്നൊരു പെണ്ണിനെ തട്ടിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്ന് വിറ്റ നന്നായി നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഈ പെണ്ണുണ്ടല്ലോ, ഇപ്പോൾ ഡേറ്റിങ്ങിനായിട്ടൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നില്ലേ ബൈക്ക്. അപ്പോൾ ആ ഒരു പെണ്ണ് വന്ന് ബൈക്കിൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയാണ് സത്യം പറഞ്ഞ നിനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, നിൻ്റെ അമ്മ ഓൾറെഡി പറഞ്ഞായിരുന്നു അവൻ അങ്ങനെ കുറേ ഉടായ്പൊക്കെ ഒന്നും പറയും, അവനെ വിശ്വസിക്കല്ലേന്ന് ഓൾറെഡി നിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ അത് പ്രൂവ് ചെയ്താൽ മാത്രമാണ് ഞാൻ നിന്നെ വിട്ടു പോകത്തുള്ളൂ, അല്ലെങ്കിൽ നീ ഇതൊന്നും പറഞ്ഞേക്കാൻ പറ്റുന്നത് കൊണ്ട് ഇവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോടൊക്കെയാണ് വിറ്റിയും ബാക്കിയുള്ള കോവർക്കേഴ്സും ഒക്കെ വരുന്നത്. അപ്പോൾ വാസു ഓൾറെഡി അവിടെയുണ്ട്. ഇത് വാസു പറയാണ് ക്യാപ്റ്റൻ നിങ്ങൾ ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നേ പറ്റൂ, ഞാൻ എന്തായാലും വിറ്റയുടെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ സെയിം ടേബിളിൽ ഇരുന്ന് കഴിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് വിറ്റ മെസ്സേജ് അയക്കുവാണ് ബൈക്കും ഞാൻ ഇതെന്തായാലും ഒരു സീക്രട്ടായിട്ട് വെച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ബൈയും അതിനെ ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഈ ഡേറ്റിങ്ങിന് വന്ന പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ ബൈക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവൻ എന്തൊക്കെ ഇഷ്ടമാണെന്ന് അവൻ്റെ നിക്ക് നെയിമും എല്ലാ പെണ്ണിനും അറിയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ വിറ്റയ്ക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കുന്നില്ല. അതുകൊണ്ട് അവളിപ്പോൾ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ മറ്റേ ലേഡിയും വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ വിറ്റയുടെ അടുത്ത് എന്തൊരു കാര്യം ചോദിക്കാനായിട്ട് വരുവാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ മറ്റു വാസം ഉണ്ടല്ലോ, ആ മൂവിനെ വന്നിട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവളുടെ വീടിൻ്റെ മുന്നിൽ ചെന്ന് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് അവന് എന്തൊരു ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പെങ്ങടുത്ത് ഇങ്ങനെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മൂവ് പറയുകയാണ് എനിക്ക് തോന്നുന്നില്ല ക്യാപ്റ്റൻ ബൈ അങ്ങനെയാണ്, എന്തുവരെ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഇവളെ ഇറങ്ങി പോകാനായി തിരക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ വാസുവിന് ഇവൾ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നതെന്നും വാസുവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് നമ്മുടെ മൂവ് പറയുകയാണ് എനിക്ക് ഇച്ചിരി എൻ്റേതായിട്ടുള്ള ടൈമും പ്രൈവസി വേണമെന്ന് പറഞ്ഞിട്ട് അവളെ ഇറങ്ങി പോവാട്ടോ. എന്നിട്ടാണെങ്കിൽ ആ ഒരു ഡേറ്റിങ്ങിന് വന്ന പെണ്ണുണ്ടല്ലോ അവൾ വന്നിട്ട് നമ്മുടെ ബൈൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുകയാണ് നിങ്ങൾ സിംഗിളാണ്, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലെന്ന് എൻ്റെ അടുത്ത് വിറ്റ പറഞ്ഞല്ലോ, നിങ്ങൾ കള്ളം പറഞ്ഞാലെന്ന് പറഞ്ഞിരിക്കും കേട്ടോ. എന്നിട്ട് വിറ്റ വന്നിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ബൈ ചോദിക്കുവാണ് നീ ഇവളുടെ അടുത്ത് പറഞ്ഞു സിംഗിളാണെന്ന് ചോദിക്കാം. അപ്പോൾ വിറ്റ ആലോചിക്കുക ആക്ച്വലി വന്ന് ആ പെണ്ണ് വന്നിട്ട് ചോദിച്ചു കാണാം മിങ് വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ബൈയുടെ ഗേൾ ഫ്രണ്ട് ആണോ എന്നാണ്. പക്ഷെ നമുക്കറിയാം മിങ്ങും ഗേൾ ഫ്രണ്ട് അല്ലെന്നും. അപ്പോൾ ഇവളും പറഞ്ഞാണ് അല്ലല്ല എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതാണ് കാര്യം. എന്നിട്ടാണെങ്കിൽ ഈ ഡേറ്റിംഗ് ചെയ്യുന്ന പെണ്ണ് ഇവനെ പറ്റി ഇവൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്ന ഇവൻ്റെ പെറ്റ് നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ലാസ്റ്റ് വിറ്റയ്ക്ക് ദേഷ്യം വന്ന് വിറ്റയാണെങ്കിൽ നമ്മുടെ ബൈനെ പിടിച്ചു വെച്ച് കിസ് ചെയ്യുവാട്ടോ. ഇത് കണ്ട് ഇന്ന് ആ ഡേറ്റിംഗ് ചെയ്യുന്ന പെണ്ണിന് ദേഷ്യം വന്ന് വിറ്റയെ അടിക്കാൻ നിൽക്കുന്ന സമയത്തും നമ്മുടെ പേരാണ് അവളെ അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് കൈ പിടിക്കും കേട്ടോ. അപ്പോൾ ആ ഡേറ്റിങ്ങിന് വന്ന പെണ്ണ് ദേഷ്യം വന്നിട്ടും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ഈ ഡേറ്റിംഗ് നിന്ന് പെണ്ണ് പോയതിനു ശേഷം വിറ്റ് ചോദിക്കണം അപ്പോൾ ക്യാപ്റ്റൻ നിങ്ങൾ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മേലെ ട്രിക്ക് ചെയ്താലേ എനിക്ക് ജലസി ഉണ്ടെന്നോ ടെസ്റ്റ് ചെയ്താലേ ചോദിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ പറയണം പിന്നല്ലാതെ എന്തുവാ ഞാൻ നിനക്ക് ജലസി ഉണ്ടോ നോക്കിയത് ഇപ്പോൾ നിനക്ക് ജലസി വന്നില്ലെന്ന് പറയാം. അപ്പം നിൽക്കുവാണെന്ന് പറയും അപ്പോൾ ക്യാപ്റ്റൻ ബൈ ഇതൊരു ട്രിക്ക് കാണിച്ചതാണല്ലേ എന്ന് അവനും പറയുവാണ്. എന്നിട്ട് ഇവർ നോക്കുമ്പോൾ ഇവരുടെ ടേബിളിന് കീഴിൽ ഒരു കൊച്ചുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചു ആരുടെയാണെന്നുള്ളത് അന്വേഷിക്കുന്ന സമയത്തും അവിടെ ഫസ്റ്റ് നമ്മളൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പെണ്ണിനെ കണ്ടില്ല, ഒരു പെണ്ണിനെ ഇടിച്ച് വീണ ഒരു പെണ്ണ്. അപ്പോൾ ആ പെണ്ണ് വന്ന് പറയണത് എൻ്റെ കൊച്ചാന്ന്. പക്ഷെ ഇവളുടെ കൊച്ചാന്നുള്ളതിന് ഒരു ആധാരം ഇല്ലാത്തതുകൊണ്ട് ഇവർ വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വിറ്റ് ചോദിക്കുവാണെങ്കിൽ ആ കൊച്ചിന് എത്ര വയസ്സായെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പെണ്ണിന് അത് കറക്റ്റ് ആയിരുന്നുള്ളൂ കേട്ടോ കൊച്ചിന് എത്ര വയസ്സായെന്നും. കൊച്ചിൻ്റെ അമ്മ എന്ന് പറയുന്ന ഈ പെണ്ണിന്. അപ്പോൾ എടുത്തുകൊണ്ട് വിറ്റ് പറയുകയാണ് വന്ന് ശരിക്കും പറഞ്ഞാൽ പാൽപ്പൊടി കലക്കി അല്ലെങ്കിൽ നമ്മൾ ഈ ലാക്റ്റേറ്റിംഗ് പൗഡറൊക്കെ കാണത്തില്ലേ അതൊക്കെ കലക്കിയിട്ട് ആ കൊച്ചിന് കൊടുത്തിട്ടില്ലേ എന്നും പറയാണ്. മാത്രമല്ല കൊച്ചിൻ്റെ പ്രായം പോലും നിങ്ങൾക്ക് ചോദിക്കാൻ അറിയത്തില്ല. ഏതൊരു അമ്മയ്ക്കാണ് ഒരു സ്വന്തം കൊച്ചിൻ്റെ പ്രായം അറിയാതെ വരുന്നത്, ഇതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുന്നു പറഞ്ഞിട്ട് അവരിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് കൊച്ചിനെ ഡീൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഹാൻ നിക്ക് അതുപോലെ മിങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിങ് കഴിഞ്ഞിട്ട് ബൈ പുറത്ത് വരുന്ന സമയത്ത് ബൈ ആണെങ്കിൽ ആ കൊച്ചിനെ
കൊച്ചിനെ എടുത്തുകൊണ്ട് മറ്റേ ബബിൾസിൻ്റെ ഗണ്ണില്ല അത് വെച്ച് കളിക്കുക, അതുപോലെ തന്നെ വിറ്റയും കളിക്കുക. അപ്പോൾ അവരൊക്കെ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല ഈ കൊച്ചിൻ്റെ DNA വന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് തരാൻ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ലേഡി ഇങ്ങോട്ട് വരും. അപ്പോൾ നിക്ക് എങ്ങാണ്ട് ഇവരുടെ അടുത്ത് ബെറ്റ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ആ പെണ്ണിനെ ഇവൻ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പുറത്ത് കൊണ്ടുപോകുന്ന ബെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ലേഡി വരുന്ന സമയത്ത് നിക്ക് വന്ന ഉടനെ തന്നെ ആ ലേഡി വരുന്നുണ്ടെന്ന് തന്നെയാണ് ഇന്ന് എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാൻ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത് തന്നല്ലേ എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് വന്നിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കണം. ഈ കൊച്ചിൻ്റെ DNA വന്നിട്ട് ഇങ്ങനെ കൊച്ചിന് നഷ്ടപ്പെട്ടിട്ടുള്ള അപ്പനും അമ്മയും കാണത്തില്ലോ, അങ്ങനെയുള്ളത് പറയുമ്പോൾ ഇവിടെ അടുത്തുള്ള സ്ഥലമൊന്നുമില്ല, കുറച്ച് ദൂരെയുള്ള സ്ഥലത്തുള്ളവരാണ്. പിന്നെ മാത്രമല്ല ആ കൊച്ച് നഷ്ടപ്പെട്ടത് ആ കൊച്ചിൻ്റെ അമ്മയുടെ മാനസികത ഓക്കെ അല്ല, അതുകൊണ്ട് ഈ കൊച്ചിൻ്റെ അപ്പയ്ക്ക് വരാൻ പറ്റത്തില്ല, അവിടെ നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് കൊച്ചിനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോവാടാം. എന്നിട്ട് പോകുന്ന സമയത്ത് നിൽക്കേണ്ട അടുത്ത് പറയണം ഞാൻ ചെയ്തതിൻ്റെ ഡ്യൂട്ടിയാണ്, അതിന് വേണ്ടി എനിക്ക് ഫുഡൊന്നും വാങ്ങിച്ചേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് ആ ലേഡി പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ബെറ്റിൽ നിക്ക് തോറ്റു പോവാണ്. ഇതേ സമയം കാണിക്കുകയാണ് മൂവിനാണെങ്കിൽ ചെറിയ പിണക്കുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. വാസു വന്ന് പിറ്റേന്ന് നമ്മുടെ മൂവിനെ കാണാനായിട്ട് വന്നിട്ടാ. എന്നിട്ട് അവൾക്കാണെങ്കിൽ ചൂട് പാലൊക്കെ കൊടുക്കുന്ന സമയത്തും മൂവാണെങ്കിൽ ഇവൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തും മൂവിൻ്റെ ആ ഒരു ഡെസേർട്ട് ഷോപ്പിലേക്ക് ഒരു ചെറുക്കൻ വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മൂവിൻ്റെ കളിക്കൂട്ടുകാരനായിട്ട്. അപ്പം നമുക്ക് മൂവിൻ്റെ ഫ്രണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ മൂവിനെ കാണുന്ന സമയത്ത് ഇവൻ വന്ന് നിന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോൾ വാസു കൂടിയുണ്ട്. വാസുവിനാണെങ്കിൽ നല്ല കടുപ്പാവുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നിട്ട് ഈ ചെറുക്കൻ പറയുകയാണ്, ഈ ഫ്രണ്ട് ചെറുക്കൻ പറയുകയാണ് എനിക്ക് വന്ന് മൂവിൻ്റെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുന്നു. വാസു പറഞ്ഞു അതിനെന്താ ഞാനിവിടെ ഇരുന്ന് എന്താ നിങ്ങൾക്ക് പേഴ്സണൽ കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മൂ പറയാണ് വാസു ഇച്ചിരി മാറിയിരിക്കും, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങൾക്ക് കുറച്ച് കാര്യം സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാസുവിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ വാസുവിന് നല്ല കടുപ്പുണ്ട് കേട്ടോ ഈ ചെറുക്കൻ്റെ അടുത്ത് മൂ വന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ. ഈ സെയിം ടൈമിൽ മിങ്ങാണെങ്കിൽ ക്യാൻറ്റീനിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ലിങ്ങിൻ്റെ ഓർമ്മയുള്ള, കാരണം ലിങ്ങാണെങ്കിൽ ഇവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സങ്കടത്തിൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ് കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ പോകാം. ലിങ് ആണെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് എണീറ്റിട്ടില്ല, അവൻ ആ ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ വിറ്റിയും പയ്യും സെറ്റായ കാര്യം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവൾ വന്ന് ലിങ്ങിൻ്റെ അടുത്ത് വെച്ചാൽ ആ മൈ കിടക്കുന്ന ലിങ്ങിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ നമ്മുടെ വിറ്റിയും പയ്യും കൂടിയാണ് ആ ഒരു കൊച്ചിനെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പോയേക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കും നമ്മുടെ ബൈ വന്നിട്ട് ആ ഒരു ഗ്രാൻഡ്മയുടെ വീടില്ല, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബയ്യൻ്റെ ഗ്രാൻഡ്മയല്ല ബദ്ലിൻ്റെ ഗ്രാൻഡ്മയാണ്. പക്ഷേ ഇവന് സ്വന്തം ഒരു ഗ്രാൻഡ്മ പോലെ തന്നെയാണ് കേട്ടോ. അവിടെ അവരങ്ങോട്ട് കയറുക. അപ്പോൾ ആ സമയത്ത് ഗ്രാൻഡ്മ ചോദിക്കണം നിങ്ങളെന്താ സെറ്റായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു കൊച്ചു പെങ്കൊച്ചുണ്ടല്ലോ, അത് വന്നിട്ട് ഈ ഗ്രാൻഡ്മയുടെ കൊച്ചുമോളാട്ടോ. അപ്പോൾ വന്നിട്ട് ഇവർ അന്നിട്ട് ഇരുന്ന് അകത്തിരുന്ന് സംസാരിച്ച സമയത്ത് ഗ്രാൻഡ് പറയും നിങ്ങൾക്ക് പിള്ളേരെ നോക്കിയൊന്നും ശീലമില്ലല്ലോ, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, ഇന്ന് രാത്രി കൊച്ചിനെ ഞാൻ നോക്കിയോളാം, നിങ്ങൾ നന്നായി റെസ്റ്റ് എടുക്കുക, കാരണം നിങ്ങൾ നന്നായി റെസ്റ്റ് എടുത്താലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്തിട്ട് പോയിട്ട് ഈ കൊച്ചിന് ലോങ് ഒരു ട്രാവൽ ചെയ്തിട്ട് വേണ്ട പോകാൻ, അവിടെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിലുള്ള ആ ഒരു കൊച്ചുമോളുണ്ടല്ലോ, കൊച്ചുമോൾ പറയണം വിറ്റയുടെ കൂടെ ഞാൻ ഇന്ന് കിടന്നോട്ടെ എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ബയ്യും അതിനൊക്കെ സമ്മതം കൊടുക്കും കേട്ടോ. അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഈ ഒരു കൊച്ചു വന്നിട്ട് വിറ്റയെടുത്ത് ചോദിക്കുവാണ് സത്യം പറ നിങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞാൽ ബയ്യനെ ഉപേക്ഷിച്ച് പോകത്തില്ല, കാരണം ബൈ വന്നിട്ട് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും, ഗേൾഫ്രണ്ടിൻ്റെ മൈൻഡ് ചെയ്യാനൊന്നും സമയം കാണത്തില്ല, അപ്പോൾ ഉപേക്ഷിച്ച് പോകത്തില്ല, ചീറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വിറ്റ പറയണം ഇല്ലില്ല എനിക്ക് ആളുടെ ക്യാരക്ടറൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെ ഞാൻ ആളായിട്ട് സെറ്റായത്, ഞാൻ ഒരിക്കലും ഈ ജന്മത്ത് നമ്മുടെ ബയ്യനെ വിട്ടു പോകത്തില്ല, ആളെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോൾ ഈ ഒരു കൊച്ചുമോള് പറയുവാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബ്രൈഡ്സ് മെയ്ഡായിട്ട് ഞാൻ വരാമെന്ന്. മാത്രമല്ല നമ്മൾ വിറ്റയാണെങ്കിൽ ബയ്യനെ ഇച്ചിരി പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പുറത്ത് സോഫയിൽ കിടന്നിട്ട് ബയ്യാണെങ്കിൽ കേട്ടങ്ങ് സന്തോഷിക്കുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.